ഇന്ന് വെളുപ്പിന് 4:30 മണിക്ക് കണ്ണൂർ അഴീക്കോട് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി. 5 പേർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 4:30 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിൽ വീണ് പൊട്ടിയാണ് അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ അഴീക്കോട് ഈ സംഭവം നടന്ന ഈ ക്ഷേത്രത്തിന് അടുത്ത് നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ, എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ ലഭിക്കുന്ന വിവരം പറയും? എസ് ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കോട് മീൻകുന്ന് മുച്ചിരിയൻ തറവാട് ക്ഷേത്ര മുറ്റത്താണ്. ഇവിടെയാണ് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ കാവിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി വെടിക്കെട്ട് സംഘടിപ്പിച്ചത്. വെടിക്കെട്ട് എന്നത് വലിയ സ്വഭാവത്തിലുള്ള വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള വെടിക്കെട്ടായിരുന്നില്ല. നാടൻ പടക്കങ്ങളും മറ്റുമാണ് പൊട്ടിച്ചത്. അതിനിടെയാണ് ഈ അപ്രതീക്ഷിതമായ അപകടം ഉണ്ടായത്. ഈ കാണുന്നതാണ്, ഞാനിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവിടുത്തെ കാവ്. ഈ ക്ഷേത്രം ഇവിടെ ഉത്സവം ഉൾപ്പെടെ, അതായത് ബപ്പിരിയൻ തെയ്യം ഉൾപ്പെടെ കണ്ണൂരിലെ വളരെ പ്രസിദ്ധമായ തെയ്യങ്ങൾ അരങ്ങേറുന്ന നടക്കുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെയുള്ള ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് നമ്മൾക്കിവിടെ സാറിന് ഒരു വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല. വലിയ അളവിലുള്ള വെടിക്കെട്ട് നമുക്ക് ഉത്സവത്തിന് തെയ്യറുന്ന സമയത്ത് അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ശബ്ദം കുറഞ്ഞ തരത്തിലുള്ള വളരെ കൈകൊണ്ട് പൊട്ടിക്കുന്നതിനുള്ള തടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട്. പ്രാദേശികമായി ഉണ്ടാക്കുന്നതല്ല, ചൈനീസ് പടക്കങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള മറ്റുള്ള ശക്തമായ ശബ്ദമുണ്ട്. മോളിൽ പോയിട്ട് പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളെ ഉത്സവത്തിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേങ്കിൽ മുകളിൽ പോയി പൊട്ടിക്കുന്ന സാധനമാണ് കൊടുത്തത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ കമ്മിറ്റിയില്ല, ക്ഷേത്രത്തിലെ ഭാരവാഹികളോ അല്ല ക്ഷേത്രത്തിൻ്റെ കുടുംബക്കാരൊന്നും അറിയുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ആശ്ചര്യമായിട്ടുള്ളത്. ഈ പറമ്പെന്നാണ് ഈ പറമ്പിൽ നിന്ന് ഇവിടെ അതെ അതെ നമ്മുടെ കുടുംബാംഗങ്ങളിലും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ക്ഷേത്രത്തിലുള്ളത്. ഏതാണ്ട് ഒരു 4:30 സമയം, 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4:30. അപ്പോൾ നമ്മൾ യാദൃശ്ചികമായി സംഭവം കാണുന്നത്. പെട്ടെന്ന് ഞാനവിടെ സൈഡിലുള്ള സമയത്താണ് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത്. ഹോസ്പിറ്റലിൽ പോയി ഒരു കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ട്. വേറെ അങ്ങനെ ഒരു മാരകമായ പരിക്കൊന്നുമില്ല. ഒരാളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക്, മംഗലാപുരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽ തേജസ്വിനി എന്ന് പറഞ്ഞിട്ട് നീലേശ്വരമുണ്ട്, അടുത്തേക്കാണ് പോയില്ല. അത് പിന്നെ പരിക്കിൻ്റെ ഗുരുതരം കൊണ്ടല്ല. നമ്മൾ കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ചികിത്സയെ പറ്റിയിട്ട് ചില അഭിപ്രായം കുടുംബാംഗങ്ങൾക്ക് വന്നതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം അങ്ങോട്ട് പോയത്. അവിടെ ചികിത്സ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പക്ഷേങ്കിൽ അവർക്ക് കുടുംബത്തിന് വലിയൊരു താല്പര്യം കണ്ടില്ല നമുക്ക് അങ്ങോട്ട് പോകാൻ. കേട്ടവരെന്ന് പറയുന്നത് അർജുൻ, നിതിൻ, ആദിത്ത്. അതെ അതെ അതെ, അത് 1-2 അർജുനാണ് കാലിന് അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി തന്നെയാണ്. പിന്നെ വേറെ പുറത്തുള്ള 1-2 ആൾക്കാർ. തെയ്യം അന്നേരത്തേക്കും ബപ്പിരിൻ ഇറങ്ങിയിട്ടില്ല. ബപ്പിരിന് ഇറങ്ങുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർ വരിക. ഈ ബപ്പിരിൻ തെയ്യത്തിന് സമയത്തൊക്കെ നല്ല ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. നല്ല ആളാണ്. പല ഭാഗത്തുനിന്നും വിദേശികളടക്കം വരുന്നുണ്ട്. ബപ്പിരിന് ഇറങ്ങിയ സമയത്താണെങ്കിൽ വളരെ തെങ്ങിൽ കയറുന്ന അതെ ബപ്പിരിന് ഇറങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് വിചാരിക്കാതെ ചില അപകടം ഉണ്ടാകും. വെച്ചാൽ ആൾക്കാർ ആ സ്ഥലത്താണ് കൂടുതൽ കൂടി തിങ്ങി നിറഞ്ഞു നിൽക്കുക. അതാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായ ആളുകൾ കൂടിയാണ് പറഞ്ഞത്. അതായത് ഈ കാണുന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത്. പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് ഈ പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ ഞാൻ പറയാം. അർജുൻ, നിതിൻ, ആദിത്ത് എന്നിവർക്കാണ് പരിക്ക്. അതിൽ ഒരാളുടെ, അർജുൻ്റെ തുടയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ പരിക്കാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. മംഗലാപുരം ആശുപത്രിയുടെ വിഭാഗമായിട്ടുള്ള കാസർഗോഡ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 2 പേർ കണ്ണൂരിൽ ചികിത്സയിലുണ്ട്. പിന്നെ ഒരു 3 പേർക്ക് കൂടി നിസ്സാരമായ പരിക്കാണ്. അവരെ സംബന്ധിച്ച് കാര്യമായ പ്രശ്നമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് വലിയൊരു അപകട ദുരന്തത്തിലേക്ക് പോയില്ല. ഞാൻ ഈ നിൽക്കുന്ന പ്രദേശമാണ്, അത് കണ്ണൂരിലെ ഒരു പ്രസിദ്ധമായ തെയ്യട്ടക്കാവ് കൂടിയാണ്. അതായത് ബപ്പിരിൻ തെയ്യം ഈ ആചാരപരമായി ചടങ്ങുകൾക്കിടെ തെങ്ങിന് മുകളിൽ കയറുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുന്ന തെയ്യം ഉൾപ്പെടെ നടക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രദേശം ഏതാണ്ട് ഒരു പുലർച്ചെ സമയത്തൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ വലിയൊരു സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ വലിയ വെടിക്കെട്ട് നടക്കുന്നൊരു പ്രദേശമല്ല. പക്ഷേ സാധാരണ ഈ ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ആചാരപരമായി ചെറിയ വെടിക്കെട്ടാണ് നടക്കുന്നത്. അത് പക്ഷേ മുകളിൽ പോയി, അതായത് തീ കൊടുത്തു കഴിയുമ്പോൾ മുകളിൽ പോയി പൊട്ടേണ്ട ഗുണ്ട് അല്ലെങ്കിൽ അമിട്ട് അത് ഇവിടെ കൂടി നിന്നിരുന്ന ആളുകൾക്കിടയിലേക്ക് പതിച്ചാണ് ഈ അപകടമുണ്ടായത്. 3 പേർക്കാണ് പരിക്ക്. ഒരാളുടെ പരിക്ക് അല്പം സാരമുള്ളതാണ്. മറ്റ് നിസ്സാര പരിക്കുകളേറ്റ മറ്റ് 3 പേർ കൂടിയുണ്ട്. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളെ ഇപ്പോൾ കാസർഗോഡ് ആശുപത്രിയിലേക്ക്, അതായത് മംഗലാപുരം ആശുപത്രിയുടെ ഒരു റീജിയണൽ സെൻ്ററായ കാസർഗോഡ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീലേശ്വരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.